വെൽക്കം ബാക്ക്. നമ്മൾ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു കുഞ്ഞു പോർഷൻ, ചെറിയ പോർഷനും കൂടെ നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതായത് ഇത്രയും നേരം ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അതിന്റെ റിട്ടേൺ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ സിഗ്മ അല്ലെങ്കിൽ അതിന്റെ റിസ്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ബീറ്റ എങ്ങനെ വാല്യുവേറ്റ് ചെയ്യാം, കോവേരിയൻസ് എന്താണ്, കോറിലേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നമുക്ക് ഈ പറയുന്ന പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് മൂന്ന് ലൈൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ. ഇങ്ങനെ മൂന്ന് ലൈനുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറ്. അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. എന്താണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് ഓർമ്മയുണ്ടോ? എന്താ ദാറ്റ് മീൻസ് CAPM. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രമാണ് നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനം അല്ലെ. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം എന്തായിരുന്നു? ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ വഴി നമ്മൾ ചെയ്ത കാര്യം എന്തായിരുന്നു? ഒരു ഗ്രാഫൊക്കെ വരച്ച് ഓർമ്മയില്ല നിങ്ങൾക്ക്? RF നിന്ന് തുടങ്ങി മറ്റേ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, ദാറ്റ് മീൻസ് RF പ്ലസ് ബീറ്റ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരച്ച് അല്ലെ. നമ്മൾ RF ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് RF പ്ലസ് ബീറ്റ ഇൻടു RM മൈനസ് R. ഓക്കെ, ഇത്രയും. അതായത് ഇത് CAPM ആണ്. ഇതിന്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇനി പഠിക്കാനുള്ള രണ്ട് ലൈനുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പറയാമോ. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ. ഓക്കെ, നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ്. ദാറ്റ് മീൻസ് നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. എന്നിട്ട് നമുക്ക് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയാം. മനസ്സിലായി? അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനിനകത്ത് നമ്മളൊരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ബെസ്റ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത് അല്ലെ. ആ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ദാറ്റ് മീൻസ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ വഴി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ്പെക്ടഡ് റിട്ടേൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ആ എക്സ്പെക്ടഡ് റിട്ടേൺ നമ്മുടെ ആക്ച്വൽ റിട്ടേണും കൂടെ കമ്പയർ ചെയ്യുന്നു. എന്നിട്ടാണ് അണ്ടർ പ്രൈസ്ഡ് ആണോ ഓവർ പ്രൈസ്ഡ് ആണോ നോക്കി അത് വാങ്ങിക്കണോ വിൽക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. എന്തൊക്കെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? എന്താ ദാറ്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാണെന്ന് ഏത് പ്രകാരം? സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ പ്രകാരം അല്ലെങ്കിൽ CAPM പ്രകാരം നമ്മൾ ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു സെക്യൂരിറ്റിക്കാണ്. ആ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ റിട്ടേണും ബീറ്റയും നമ്മളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ബീറ്റ മീൻസ് അതിന്റെ മാർക്കറ്റ് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിന്റെ റിട്ടേണും ആ മാർക്കറ്റിൽ എടുക്കുന്ന റിസ്ക് നമ്മളുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിന്റെ ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ എക്സ്പെക്ടഡ് റിട്ടേൺ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആണല്ലോ. എന്നിട്ട് ആ എക്സ്പെക്ടഡ് റിട്ടേണും നമ്മുടെ ആക്ച്വൽ റിട്ടേണും തമ്മിൽ ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ ആക്ച്വൽ റിട്ടേണും കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അണ്ടർ പ്രൈസ്ഡ് ആണോ ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, പക്ഷേ അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് അല്ല, ആ പോർട്ട്ഫോളിയോയ്ക്കാണ്. ദാറ്റ് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനകത്ത് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഇവാലുവേഷൻ ആണ് നടത്തുന്നതെങ്കിൽ അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ പുറകെ അല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ആ പോർട്ട്ഫോളിയോയുടെ പുറകെയാണ് പോകുന്നത്. ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1. ആൻഡ് പോയിന്റ് നമ്പർ 2, അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എക്സ്റ്റേണൽ റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്കിനാണെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടോട്ടൽ റിസ്കിനാണ്. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനകത്ത് നമ്മൾ ബീറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടോട്ടൽ റിസ്ക്, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചെയ്ത് മനസ്സിലായല്ലോ? അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് അതാണ്. എന്തൊക്കെയായിരുന്നു? അണ്ടർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ നമ്മൾ എന്ത് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ആ സെക്യൂരിറ്റിയാണ് നല്ലതാണോ ചീത്തയാണോ, വാങ്ങിക്കണോ വിൽക്കണോ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണേ. ബട്ട് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നമ്മളൊരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാ? ആ പോർട്ട്ഫോളിയോക്കാണ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? ആൻഡ് പോയിന്റ് നമ്പർ 2, അണ്ടർ SML സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ നമ്മൾ ബീറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനകത്ത് ബീറ്റയ്ക്ക് അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മനസ്സിലായോ? നമുക്ക് നോക്കാം.
ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ CML എന്ന് പറയുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് കുറെ എഫിഷ്യന്റ് ആയിട്ടുള്ള, ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ് ശ്രദ്ധിക്കണേ, കുറെ എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കണേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോണേ, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കാൻ. അണ്ടർ SML ഒരു സെക്യൂരിറ്റി എഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് അല്ലയോ ഈ വക കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിസൈൻ ചെയ്യുന്ന നേരത്ത് ആ ഒരു പോർട്ട്ഫോളിയോയുടെ റിട്ടേണിനെ കുറിച്ച് മനസ്സിലാക്കുന്ന നേരത്ത് ആ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ വേണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ അല്ലെ, നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബേസ് വേണ്ടേ. അതേപോലെ തന്നെ നമ്മളിവിടെ ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ എഫിഷ്യന്റ് ആണ്. ദാറ്റ് മീൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ കോമ്പിനേഷനാണ് നമ്മളിവിടെ എന്താന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്പർ 1. ഇവിടെ എഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിന്റെ അടിസ്ഥാനം നോക്കി പറയുകയാണെങ്കിൽ റിട്ടേണിംഗ് റിസ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെക്യൂരിറ്റി എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം. സോ CML പറയുന്നത് അത് തന്നെയാണ്. CML ഒരു സിംഗിൾ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ തീരുമാനിക്കണേ, ഒന്നിലധികം എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ എടുക്കുന്നു. ഓക്കെ, അതിന്റെ കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു പോർട്ട്ഫോളിയോ ആക്കും. ആ പോർട്ട്ഫോളിയോക്കകത്ത് രണ്ടും കയറും, ഏത്, റിസ്ക്ലെസ് സെക്യൂരിറ്റീസ്, ദാറ്റ് മീൻസ് RF. മനസ്സിലായോ? ആ കോമ്പിനേഷനകത്ത് റിസ്ക്ലെസ് സെക്യൂരിറ്റീസും കയറി വരും. ആ കോമ്പിനേഷനകത്ത് ഏത് കയറി വരും, നമ്മുടെ മാർക്കറ്റ് സെക്യൂരിറ്റീസും കയറി വരും. അതായത് RF-ഉം RM-ഉം ഏതിനകത്തും ഉണ്ട്, RF-ഉം RM-ഉം ഏതിനകത്തും ഉണ്ട്, നമ്മുടെ CML-നകത്തും ഉണ്ട്. മനസ്സിലായോ? സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ആ പോർട്ട്ഫോളിയോക്കകത്ത് റിസ്ക് ഫ്രീ റിട്ടേൺ ഉള്ള, അതായത് ഒരു റിസ്കും ഇല്ലാതെ നമുക്ക് കിട്ടാനുള്ള സെക്യൂരിറ്റീസും അവൈലബിൾ ആണ്. റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സെക്യൂരിറ്റീസും ഉണ്ടാവും. അതിനകത്ത് ഫസ്റ്റ് പോർഷൻ റിസ്ക് ഫ്രീ മാറ്റി നിർത്തിയാൽ ബാക്കി റിസ്ക് ഉള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ മാത്രമാണ് നമ്മൾ ഇവിടെ ഏതിനകത്ത് കൊണ്ടുവരണേ, ഈ പറയുന്ന പോലെ മാർക്കറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന CML-നകത്ത് കൊണ്ടുവരണം. മനസ്സിലായോ? ഓക്കെ, ഈ ഗ്രാഫിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത RT, ദാറ്റ് മീൻസ് അവിടെ വിത്തൗട്ട് എനി റിസ്ക്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ടോട്ടൽ റിസ്കിനെയാണ് എടുക്കുന്നത്. ഓക്കെ, SML-നകത്ത് നമ്മൾ എടുത്തത് ബീറ്റ ആണെങ്കിൽ CML-നകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ടോട്ടൽ റിസ്കിനെയാണ്. എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഇവിടെ എത്തുമ്പോൾ ഇതിനെ RF വിത്തൗട്ട് എനി റിസ്ക്. ഇതാണോ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഈ പോർട്ട്ഫോളിയോക്കകത്ത് കയറി വരുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ്, വളരെ അധികം എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്യൂരിറ്റി എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ, അതിന്റെ റിട്ടേണും അതിന്റെ റിസ്കും അല്ലെ, ഏതുമായിട്ടും കമ്പയർഡ് ടു മാർക്കറ്റ്. ഓക്കെ, എന്നിട്ട് ആ പോർട്ട്ഫോളിയോയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് CML വഴി. നമുക്ക് നോക്കാം. ഓക്കെ, the capital market line provides the best risk and return trade-off for an investor. CML enables an investor to estimate expected return from a portfolio. That means SML-നകത്ത് expected return from a security ആണെങ്കിൽ under CML expected return from a portfolio. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ഏതൊക്കെ തമ്മിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. റിസ്ക് കൺസിഡർ under capital market line uses standard deviation, that means total risk ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് റിസ്ക് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ റിസ്ക് ആണ്, ആ പോർട്ട്ഫോളിയോക്കകത്ത് വരുന്ന സെക്യൂരിറ്റീസിന്റെ ടോട്ടൽ റിസ്ക് ആണ് നമ്മൾ നോക്കണം. പക്ഷെ ഇവിടെ നോക്കി സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ നമുക്കറിയാം, നമ്മൾ ഏത് മാത്രം നോക്കി ബീറ്റ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക്, മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നതിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് CML-നകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ SML-നകത്ത് അത് എന്തായി, ബീറ്റ ആയി. The second one, nature of portfolio. Okay, it uses efficient portfolio. മനസ്സിലായോ? ഏതിനകത്ത് CML-നകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ആണ്. Which one is the perfect replication of the market portfolio in terms of risk and rewards. മനസ്സിലായോ? ഈ റിസ്കിന്റെ റിവാർഡിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ ഒരു പകർപ്പാണ്. ഓക്കെ, അത്രയും എഫിഷ്യന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി മാർക്കറ്റിനകത്ത് നമുക്ക് അങ്ങനെ എഫിഷ്യൻസി നോൺ എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓരോ സെക്യൂരിറ്റീസിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിട്ടേണും റിസ്കും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അത് അണ്ടർ പ്രൈസിലാവാം, ചിലപ്പോൾ അത് ഓവർ പ്രൈസിലാവാം. മനസ്സിലായോ? And the last one, combination. Okay, every point of capital market line is the proportional combination between the risk-free rate of return, അല്ലെങ്കിൽ free rate of risk-free rate of return and market return.
മനസ്സിലായോ? അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ വഴി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പോർട്ട്ഫോളിയോക്കകത്ത് ഏതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം? ഈ പറയുന്ന പോലെ റിസ്ക് ഫ്രീയുടെ റിസ്ക് ഉള്ളതിന്റെ പ്രതീക്ഷിക്കാം. ആ റിസ്ക് ഉള്ളത് എഫിഷ്യന്റ് ആയിരിക്കും എന്ന് മാത്രം. പക്ഷെ ഇവിടെ it grabs all portfolios and securities which lie on and off the capital market. എല്ലാം വരും. മനസ്സിലായോ? ഈ രണ്ടും നമ്മൾ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇത് തന്നെയാണ് നമുക്ക് ഏതായിട്ട് പറയുന്നത്? ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. That means portfolio is assumed to be efficient. അതായത് CML പ്രകാരം ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയോ വളരെ എഫിഷ്യന്റ് ആണ്. Exact replication of the market portfolio in terms of risk and rewards. നമ്മൾ താഴെ പറഞ്ഞ കാര്യങ്ങൾ. CMA assumes no unsystematic risk. Data അല്ല, നമ്മൾ ഇവിടെ സിഗ്മ ആണ് യൂസ് ചെയ്യുന്നത്. Capital market line estimate the return for a portfolio based on the total risk rule. That means സിഗ്മ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് താഴെ പറഞ്ഞ ആ ഡിഫറൻസ് തന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി നോക്കിയേ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ നമ്മൾ ഏതിന്റെ കോമ്പിനേഷനാണ് കൊണ്ടുവന്നത്? RF plus beta into RM minus RF എന്നാണ് കൊണ്ടുവന്നതെങ്കിൽ ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നമുക്ക് വരുമ്പോ ചെറിയൊരു ചേഞ്ച് വരും. ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് റിട്ടേൺ ഫ്രം അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഇൻ CML എന്ന് പറയുമ്പോൾ RF plus lambda into sigma p. മനസ്സിലായോ? ബീറ്റ മാറി പകരം സിഗ്മ p മീൻസ് ആ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിസ്ക് കയറി വരും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ RF പ്ലസ് നമ്മൾ അവിടെ എന്താ ചെയ്തേ? അണ്ടർ SML RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ഇതാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കി ഡിഫറൻസ് നോക്കി, എക്സ്പെക്ടഡ് റിട്ടേൺ പ്ലസ് ബീറ്റ മാറി സിഗ്മ p ആയി. അതായത് ഇവിടെ ബീറ്റ മാറി സിഗ്മ p ആയി. ഇവിടെ നോക്കി RM മൈനസ് RF എടുത്തു, പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് ലാംഡ. RM മൈനസ് RF എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ലാംഡ. It's also called market price of risk. പുതിയൊരു ടേം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്. മനസ്സിലായോ? എന്താണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ RM minus RF divided by sigma m. Okay, RM minus. RM means return from a return in market minus RF. RF means ഏതാ risk free securities. So RM minus RF ചെയ്യുമ്പോൾ റിസ്ക് എടുത്തത് കൊണ്ട് നമുക്കുണ്ടായ എന്ത് കിട്ടും? റിസ്ക് എടുക്കുന്നത് കൊണ്ട് നമുക്കുണ്ടായ എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ഡിവൈഡഡ് ബൈ സിഗ്മ m. സിഗ്മ m means market risk. മനസ്സിലായോ? It's called market price of risk. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. Okay, RM minus RF, that means market return minus risk free return. That means risk എടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിട്ടേൺ, അഡീഷണൽ റിട്ടേൺ. Okay, divided by sigma m. ഇത് മനസ്സിലായോ? It's called lambda or it's called market price of risk. So expected return under CAPM എന്ന് പറയുമ്പോൾ RF plus RM minus RF divided by sigma m into sigma p. മനസ്സിലായോ? ഞാൻ ലാംഡയ്ക്ക് പകരം ആ മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് എന്താണെന്ന് ഇന്ന് മാത്രം ചിന്ത മനസ്സിലായോ? സോ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് നല്ലപോലെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നല്ല ചോദിക്കാറ്, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന പ്രോബ്ലം ആണ് ചോദിക്കാറ്. സോ എക്സാമിന് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണെന്നോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പോലും ചിലപ്പോൾ ചോദിക്കാറില്ല. ആ ടേം ആണ് ഇമ്പോർട്ടന്റ്. ഏതാ? മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്. ആ ടേം ആണ് CMLനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ, ഏറ്റവും പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് കയറി വരുന്ന ഒരു വേർഡ് ആണത്. CMLനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കയറി വരുന്നതാണ് ഏതാ? മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്. മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്. സോ പ്രോബ്ലത്തിനകത്ത് CML ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അത് തന്നെയായിരിക്കും. ഇവാലുവേറ്റ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ ഏത് മെത്തേഡ് പ്രകാരം? ഈ പറയുന്ന പോലെ മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് പ്രകാരം എന്നുള്ള രീതി ചോദിക്കും. നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ അതായത് എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് പറഞ്ഞത് RF plus lambda into sigma p. Here lambda means market price of risk. Market price of risk എങ്ങനെ കണ്ടുപിടിക്കാം? RM minus RF divided by beta അല്ല total risk sigma. So join ചെയ്യുമ്പോൾ RF plus RM minus RF divided by sigma m into sigma p. ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് മനസ്സിലായോ? നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, RM തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എം തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട് ആൻഡ് സിഗ്മ പി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൾസോ ഡിറ്റർമൈൻ ദി എക്സ്പെക്ടഡ് റിട്ടേൺ ഫോർ ഈച്ച് ഓഫ് ദ കേസ്. സോ ഇത്രയും ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്ടഡ് റിട്ടേൺ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി ഏത് ലൈൻ ആണെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ തന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പെക്ടഡ് റിട്ടേൺ കണ്ടുപിടിക്കണം. സോ നോക്കി CML യൂസ് ചെയ്യാം, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? RF plus lambda into sigma p, that means RF plus RM minus RF divided by sigma m. Sorry, RF plus RM minus RF divided by sigma m into sigma p. അല്ലേ? തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാ? RM തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട്, അല്ലേ? RM തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട്, ഏതും കൂടെ തന്നിട്ടുണ്ട്, സിഗ്മ എം തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പില് RM മൈനസ് RF എത്ര വരും? 18 minus 6 divided by 6 എത്ര വരും? 12 divided by 6 2 വരും. That means lambda എന്ന് പറയുന്ന ഫിഗർ എത്രയായി? 2 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? RF എത്രയാണെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യണം. RF എത്രയായിരുന്നു? R, that means 6 plus 2 into എത്ര? 8. That means sigma p 8 ആണെന്ന് വന്നു. എത്ര വരും? 22% വരും. ചെയ്യുന്നത് മനസ്സിലാവില്ല. സോ എക്സ്പെക്ടഡ് റിട്ടേൺ ആണ് CML. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. RM എന്ന് പറയുന്നത് 20 ആണ്, RF എന്ന് പറയുന്നത് 7. That means 20 minus 7 divided by sigma m 8. ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? 1.625 വരും. into നമ്മുടെ 4 3.5. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ആ ഇക്വേഷനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് സാർ. മനസ്സിലായോ? സോ ഇത്രയാണ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് ക്യാരക്ടറിസ്റ്റിക് ലൈൻ നോക്കാം. characteristic line. Okay, SML or CML പോലെ അല്ല characteristic line. That means characteristic line വെച്ചിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റിയുടെയോ ഒരു പോർട്ട്ഫോളിയോയുടെയോ എക്സ്പെക്ടഡ് റിട്ടേൺ അല്ല നമ്മൾ നോക്കണം. അണ്ടർ characteristic line നമ്മൾ രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പോ ആണ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? SML CML പോലെ SML നകത്ത് ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ ആണെങ്കിൽ CML നകത്ത് ഒരു മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ആണെങ്കിൽ ഇത് രണ്ടും അല്ല ഏത് പ്രകാരം ചെയ്യാൻ പോണേ? ക്യാരക്ടറിസ്റ്റിക് ലൈൻ പ്രകാരം ചെയ്യാം. ഓക്കെ, അണ്ടർ ക്യാരക്ടറിസ്റ്റിക് ലൈൻ നമുക്ക് രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റിൽ തമ്മിലുള്ള ഫ്ലക്ച്വേഷൻസ് ആ റിലേഷൻഷിപ്പിലാണ് നമ്മൾ നോക്കാം. Characteristic line is a graph representing the relationship between the securities returns and market index returns. Securities character line is a time series graph. Return considered for the excess return, expected return over and above the risk-free rate of return. Okay, അവിടെ SML നെ കുറിച്ചാണ് പറയുന്നത്. വേണ്ട, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്താണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക് ലൈൻ സെക്യൂരിറ്റീസ് characteristic line is used to estimate beta and also determine how the securities return is correlated to market index return. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കേ, സെക്യൂരിറ്റീസ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഈസ് എ ടൈം സീരീസ് ഗ്രാഫ്. ടൈം സീരീസ് ഗ്രാഫ് ദാറ്റ് മീൻസ് ഇതാണോ ടൈം പോകുന്നതിനനുസരിച്ച് ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ വ്യത്യാസം വരുന്നു ആര് തമ്മിലുള്ള ഈ പറയുന്ന നമുക്ക് കമ്പയർ ചെയ്യുന്ന രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസോ മാർക്കറ്റ് സെക്യൂരിറ്റീസോ തമ്മിലുള്ള ഡിഫറൻസ്. Okay, so return considered for this is excess return over and above the risk-free rate of return. So base ആയിട്ട് risk-free return നേക്കാൾ എത്രയാണെന്ന് നോക്കണം, എത്രയാണ് കൂടുതൽ നോക്കണം, അത് ആരെ നോക്കണം? രണ്ട് സെക്യൂരിറ്റീസിനെ നോക്കണം. എന്നിട്ട് അവർ തമ്മിലുള്ള കമ്പാരിസൺ മാത്രമാണ് നമ്മൾ ഏതിനകത്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചെയ്യണം. മനസ്സിലായോ? നോക്കാം. പർപ്പസ് പറഞ്ഞാൽ മനസ്സിലായോ? How securities return correlated to market index return. സെക്യൂരിറ്റീസ് റിട്ടേണും മാർക്കറ്റ് റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ ഇതിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് നോക്കുന്നത്? ഈ പറയുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ നോക്കുന്നത്. അവിടെ മാർക്കറ്റ് റിട്ടേൺ തന്നെ വേണമെന്നൊന്നുമില്ല, രണ്ട് സെക്യൂരിറ്റീസ് റിട്ടേൺ തമ്മിലുള്ള കോറിലേഷൻ ആയാലും കുഴപ്പമില്ല.
ഓക്കെ, വേണം അതിന്റെ ഡിഫറൻസ് നോക്കാം നമുക്ക്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈൻ ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്നുള്ള ഡിഫറൻസ്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ പറയണ്ടല്ലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല അല്ലെ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ നോക്കി, ഇറ്റ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് between the returns of two securities or a securities and the market return over the period of time. രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള റിട്ടേണോ അല്ലെങ്കിൽ സെക്യൂരിറ്റി റിട്ടേൺ മാർക്കറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് ഇതൊരു ടൈം സീരീസ് ഗ്രാഫ്. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റീസ് ക്യാരക്ടർ ലൈൻ ഇസ് എ ടൈം സീരീസ് ഗ്രാഫ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഗ്രാഫ് ടൈം സീരീസ് ഓഫ് ദ സെക്യൂരിറ്റീസ് റിട്ടേൺ വേഴ്സസ് ഇൻഡെക്സ് റിട്ടേൺ. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. സെക്യൂരിറ്റീസ് റിട്ടേൺ ഇൻഡെക്സ് മീൻസ് മാർക്കറ്റ് റിട്ടേൺ. To estimate the beta and also determine how the security return correlated to the market return. Estimate the beta. Beta എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ബീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മൾ പറഞ്ഞതാ എന്താ ബീറ്റ? അതായത് നമ്മുടെ റിട്ടേണും മാർക്കറ്റ് റിട്ടേണും നമ്മുടെ കോറിലേഷനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെയാണ് ഏത് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ പ്രകാരം നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക് ലൈനിനകത്ത് സാധാരണ രീതിയിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനകത്തുള്ള കാര്യങ്ങളാണ്. സോ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ പുതിയ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാ മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് എന്ന് പറയുന്ന പുതിയ ടേം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോബ്ലം ഒന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.